ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് വന്നേക്കാം. 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത്, അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. ഇത്തവണയും മാധ്യമങ്ങൾ എന്നെ വല്ലാതെ വേട്ടയാടി. അവർ പറഞ്ഞത് കേരളത്തിൽ 19 സീറ്റ് UDF ജയിക്കും, പക്ഷെ 1 സീറ്റ് തോക്കും, അത് ഞാനായിരിക്കുമെന്നാണ്. പിന്നിട്ട വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഞാനായതുകൊണ്ടാണ് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്.